അൻവിമോള് പോയി ഒളിഞ്ഞു നോക്കിയിരിക്കുന്ന ഡോക്ടറിൻ്റെ റൂമിലാണ്. കുഞ്ഞിനുമുത്തിന് ചെറിയൊരു ലൂസ് മോഷൻ വന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേന് ഫുഡ് കഴിക്കാതെ വന്നപ്പോൾ എനിക്ക് ടെൻഷനായിട്ടോ. അപ്പം അവൻ ഇഞ്ചക്ഷൻ എടുക്കേണ്ട വന്നു. അതൊരു കുറച്ച് ടെൻഷനായെങ്കിലും ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളും കൂടി സംഭവിച്ചേ. അതെന്നാന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ തിരിച്ചു പോരുന്ന വഴിക്ക് കുഞ്ഞിനുമുത്തിന് അച്ഛൻ കുഴിമന്തിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അവനൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ അതൊക്കെ നന്നായിട്ട് കഴിച്ചു. പിന്നെ ഈ കാണുന്നത് നമ്മൾ രാത്രി 12 മണിയായപ്പോൾ അലമ്പാണ് കേട്ടോ. രണ്ടുപേരുടെയും കൂടി എന്താ പറയുക, ശിവരാത്രി ആയിരുന്നു എന്ന് പറയാം. കുഞ്ഞിനുമുത്താണെങ്കിൽ കട്ടിലേ കിടന്നിട്ട് കിടപ്പുറയ്ക്കാനായിട്ട് എഴുന്നേറ്റ് വന്ന് ജനലെ പിടിച്ച് തറവാട്ടിലേക്ക് നോക്കി നിൽക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതൊരു സ്ഥിരം പരിപാടിയാക്കിയേക്കുവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ ആണെങ്കിൽ ഒരാൾ അച്ഛൻ്റെ ബനിയനും ഒക്കെ എടുത്തിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. ദേ 12 മണിയാകാൻ പോവാണ് കേട്ടോ. അപ്പോൾ ദേ ഇവിടെ മേക്കപ്പ് കാര്യങ്ങൾ ഒക്കെയാണ് കേട്ടോ. അൻവിക്കുട്ടിയുടെ കാര്യം പിന്നെ പറയാനില്ല. ഇങ്ങനെയുള്ള ഓരോ ഗോഷ്ടി പണിയായിട്ട് നടക്കും. കുഞ്ഞിനുമുത്താണെങ്കിലും അവനെ കൊണ്ട് പറ്റുന്ന പോലത്തെ കുസൃതിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്നോളൂ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞത് എന്താണെന്നറിയോ, കുഞ്ഞിനുമുത്തിനോട് ഡോക്ടർ, കുഞ്ഞിനുമുത്തിനോടല്ല എന്നോട് പറഞ്ഞു കുഞ്ഞിനെ കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞേ. അപ്പം തന്നെ അവൻ ബലം പിടിക്കാൻ തുടങ്ങി കേട്ടോ. കാരണം ഡോക്ടർ പറഞ്ഞതേ അവന് മനസ്സിലായി. ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല കുഞ്ഞിനുമുത്തിന് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലായി വരുമെന്നൊന്നുമേ. പിന്നെ അത് ഇഞ്ചക്ഷൻ എടുക്കാൻ ചെന്നപ്പോഴാണെങ്കിലും അവനിങ്ങനെ, ഞാൻ പറഞ്ഞായിരുന്നില്ല അവൻ നന്നായിട്ട് ഇങ്ങനെ താളം പിടിക്കുന്നു. അപ്പോൾ ഇപ്പം അവൻ പടക്കം പൊട്ടിക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ താളം പിടിക്കുന്നത് പോലെ, അതായത് പേടിയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ താളം പിടിക്കും ആളൊരു ടെൻഷൻ കയറുമ്പോഴേ. നമ്മളൊക്കെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ആക്കൂലേ, അതുപോലെ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ കൈ എന്ത് ചെയ്ത സിസ്റ്ററിന് കൊടുക്കൂലായിരുന്നു. പിന്നെ സിസ്റ്ററിനും എന്തോ ഒരു പേടിയോ ടെൻഷനോ ഒരു വിഷമോ ഒക്കെ ആയിരുന്നു മോനെ കുത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എടുത്തോ, കാരണം അവന് ഫുഡ് കഴിക്കാതെ വന്നിട്ടുണ്ടെങ്കിലേ അത് ഷുഗർ കുറയാനും ഒക്കെ കാരണമാവേ. അപ്പോൾ ദേ ഒരാളിവിടെ എന്തൊക്കെയാണ് പരിപാടിയെന്ന് നോക്കി. ഇവർ രണ്ടാളും കൂടി സത്യം പറഞ്ഞ പകൽ കിടന്ന് ഉറങ്ങിയിട്ട് ഇവർ രാത്രിയിൽ അടിച്ചു പൊളിക്കാൻ കേട്ടോ. ഞാനാണ് ഇങ്ങനെ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നത്. എനിക്കാണ് ചില നേരത്തെ ഉറക്കമൊക്കെ വരും. അപ്പം അങ്ങനെ നമുക്ക് ഇവരെ തന്നെ ഇട്ടിട്ട് ഉറങ്ങാൻ പറ്റുമല്ലോ. കുഞ്ഞിനുമുത്താണെങ്കിലും തെറാപ്പിയൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ആ സമയത്ത്. പിന്നെ ഒരു സമയം കഴിയുമ്പോഴത്തേനും വിശപ്പ് വരും കേട്ടോ. അപ്പോൾ ഓറഞ്ചൊക്കെ കഴിക്കാൻ കൊടുക്കുമായിരുന്നു. അത് രണ്ടാളും കൂടി അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ രണ്ടുപേരും കൂടി കുറച്ച് നേരം കളിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞാൻ അടുത്തൊക്കെ ഇരുത്തി. അപ്പോൾ അതിനൊക്കെ അവിടെ ഈ പിടിയും വലിയൊക്കെ ആയിരുന്നു കേട്ടോ. നേരത്തെ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം നമ്മുടെ കുഞ്ഞിനുമുത്ത് ഏത് അവസ്ഥയിലായിരുന്നെന്ന്. ഇപ്പം കാണുമ്പോൾ ആ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ദേ ആങ്ങളെയും പെങ്ങളും കൂടെ ഇവിടെ ഇരുന്ന് കുപ്പിക്ക് പിടിവലിയാണ് കേട്ടോ. രാത്രി 12:30-1 മണി ആവാറായപ്പോഴാണെന്ന് ഓർക്കണം ഈ പിടിവലി ഇരുന്നോണ്ടേ. ഇതൊക്കെ വല്ലപ്പോഴും ഇല്ല കേട്ടോ. നേരത്തെ ഇതൊക്കെ സ്ഥിരം പരിപാടിയായിരുന്നു. പിന്നെ ഞാനതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ ഇപ്പം ഇന്ന് കുഞ്ഞിനുമുത്തിന് പകൽ വയ്യാതിരുന്നുകൊണ്ടാണ് കേട്ടോ പകൽ ഉറങ്ങിയത്. അങ്ങനെ ദേ 1 മണിയായിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല.